സ്കൂൾ തുറന്ന ശേഷം കുറച്ചധികം ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട്. ഇന്ന് അച്ഛൻ പനങ്കരിക്കെന്ന് പറഞ്ഞിട്ട് സാധനം മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ പൊന്നോ എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ഭയങ്കര കയ്പ്പ് പോലെ എനിക്കത് ഫീൽ ചെയ്തു. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? പിന്നെ കുറച്ച് അധികം വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ഞാൻ കരുതി എന്നാൽ പിന്നെ നാളത്തേക്ക് ഇന്നേ തന്നെ അങ്ങ് അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറ് കഴിച്ചിട്ട് അതിനുള്ള പണികളാണ് ഈ ചെയ്യുന്നത് കേട്ടോ. കണക്കിന് ഈ കൊഞ്ച് കെട്ടിയാൽ ഭയങ്കര എളുപ്പമാട്ടോ. അതിൻ്റെ തലയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വാലി പിടിക്കുമ്പോൾ അതിൻ്റെ സ്കിൻ അതോടെ ഇങ്ങനെ ഇളവി പോരും. പിന്നെ ഉള്ള വില്ലൻ എന്ന് പറഞ്ഞാൽ ഈ കൊഞ്ചിൻ്റെ മേൽഭാഗവും അടിഭാഗവും ഉള്ള ഈ നാര് പോലത്തെ സംഭവം അതൊരു ഒന്നൊന്നര വില്ലൻ. ഇത് കളയാണ്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് വയറുവേദന ഛർദ്ദിലൊക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല മഴയുള്ള സമയത്ത് നമ്മൾ ഈ കൊഞ്ച് കഴിക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരാറുണ്ട് കേട്ടോ. കാര്യം എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മാഡമാണ് പറഞ്ഞത് നമ്മൾ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് കഴിച്ചാൽ മതി ഇളക്കമൊക്കെ നിൽക്കുന്നത്. അതോടുകൂടി അതൊക്കെ മാറി കേട്ടോ. പിന്നെ നമ്മൾ ഈ മീനൊക്കെ കഴുകി ഫ്രിഡ്ജിൽ വെക്കൂലേ, അപ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോഴേക്കും അത് കുറച്ച് ഐസായിട്ട് ഇരിക്കൂലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ മീനിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും കേട്ടോ. എങ്ങനെയുണ്ട് ടിപ്സ്?